നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കേശൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പം നമുക്കൊരു ചക്ക വരട്ടി ഉണ്ടാക്കിയാലോ. സാധാരണ ചക്ക വരട്ടി വരിക്കച്ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് കൂഴച്ചക്ക വെച്ചിട്ടും നല്ല രീതിയിൽ തന്നെ ചക്ക വരട്ടി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ചക്ക വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചക്ക വരട്ടാനായിട്ട് ഞാനിവിടെ 2 ചക്കയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്ത് ചക്ക നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഒരു ഉരുളിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ എടുത്താൽ മതി. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തേക്കുന്നത്. അതിലേക്ക് ക്ലീനാക്കി വെച്ചേക്കുന്ന ചക്കയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം കുറേശ്ശെ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. തണുത്തതിന് ശേഷം ചക്കയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വരട്ടാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 ചക്കയ്ക്ക് 2 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അത് പാനിയാക്കി അതിൻ്റെ പാനി കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ശർക്കര പാനിയിൽ കിടന്ന് വേണം ഈ ചക്ക നന്നായിട്ട് വരണ്ട് വരാൻ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് സമയമെടുക്കും നമുക്ക് ചക്ക ഈ വരണ്ട് വരാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ടിത് വരട്ടിയെടുക്കാം. ഈ ചക്കയൊക്കെ വരട്ടുമ്പോൾ നമ്മൾ മാക്സിമം നല്ല കുഴിയുള്ള വലിയ പാത്രം നോക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ചക്കയെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വീഴും. അതുകൊണ്ട് മാക്സിമം വലിയ പാത്രം എടുക്കാൻ നോക്കണം. ഇത് ഇനി നന്നായിട്ട് നെയ്യും ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നന്നായിട്ടിത് വരട്ടിയെടുക്കാം. ചക്ക ഏകദേശമൊക്കെ വരണ്ട് വന്നിട്ടുണ്ട്. ചക്കയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി. കൈ അടക്കാതെ നന്നായിട്ട് ഇത് ഇളക്കി നല്ല വരട്ടി എടുക്കണം. നമ്മുടെ ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടോ. പാനിയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇളക്കുമ്പം ആ തവിയുടെ കൂടെ തന്നെ നമ്മുടെ ചക്ക വരട്ടിയും ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന കണ്ടോ. ഈ പരുവം ആകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ചുക്ക് പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിയും അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല. ചക്ക നന്നായിട്ട് വരട്ടിയിട്ട് അത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ഇട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. അത് ഫ്രീസറിൽ വെച്ചെന്ന് പറഞ്ഞാൽ അത് കട്ടിയായിട്ടിരിക്കത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പം കുറേശ്ശെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാകാതിരിക്കും. ചക്ക വരട്ടി റെഡി ആയിട്ടുണ്ട്. ചക്കയുടെ സീസൺ ആകുമ്പം നിങ്ങൾ ഇതുപോലെ ചക്ക വരട്ടി വെച്ചാൽ നമുക്ക് ചക്കയുടെ സീസൺ അല്ലെങ്കിലും ചക്ക വെച്ചുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ചക്ക പായസം, ചക്കയട, ചക്ക ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കുറച്ചൊന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.